സിനിമാ മേഖലയിൽ സമാന്തര സംഘടന രൂപീകരിക്കാൻ പ്രാഥമിക ചർച്ചകൾ ആരംഭിച്ചു. പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് അസോസിയേഷൻ എന്ന പേരിലാകും സംഘടന. അഞ്ജലി മേനോൻ, ആഷിഖ് കപൂർ, ലിജോ ജോസ് പെല്ലിശ്ശേരി തുടങ്ങിയവരാണ് സംഘടനയ്ക്ക് പിന്നിൽ. സിനിമാ രംഗത്തെ സമഗ്ര നവീകരണമാണ് സംഘടനയുടെ ലക്ഷ്യമെന്ന് സിനിമാ പ്രവർത്തകർക്ക് നൽകിയ കത്തിൽ പറയുന്നു. അല്ലമീൻ വിവരങ്ങളുമായി. അല്ലമീൻ, ഇപ്പോൾ AMMയ്ക്ക് ബദലായി മറ്റൊരു ട്രേഡ് യൂണിയൻ രൂപത്തിലുള്ള ഒരു സംഘടന വേണമെന്നൊരു ആവശ്യം ഇതിനകം തന്നെ ഫെഫ്കയ്ക്ക് മുന്നിലെത്തിയിട്ടുണ്ട്. അതുകൂടാതെ മറ്റൊരു സംഘടന എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇതിൽ നേതൃത്വത്തിലേക്ക് ആരൊക്കെ എന്നുള്ള പേരുകൾ ഇതിനകം പുറത്തു വരികയാണ്. എന്താണ് ഈ സമാന്തര സംഘടനയുടെ സ്വഭാവം? എങ്ങനെയായിരിക്കും? സ്മൃതി, AMMയ്ക്കും ഫെഫ്കയ്ക്കും ഒക്കെ ബദലായി സമാന്തരമായൊരു സംഘടന എന്നുള്ളത് ലക്ഷ്യം വെച്ചാണ് ഇപ്പോൾ അണിയറ പ്രവർത്തകർ മുന്നോട്ട് നീങ്ങുന്നത്. അതിൻ്റെ പ്രാഥമിക ആലോചനകളാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. അഞ്ജലി മേനോൻ, ലിജോ ജോസ് പെല്ലിശ്ശേരി, ആഷിഖ് കപൂർ, രാജീവ് രവി, റിമ കല്ലിങ്ങൽ, ബിനീഷ് ചന്ദ്ര ഇവരുടെ പേരുകളിലാണ് സിനിമാ പ്രവർത്തകർക്ക് ഒരു കത്ത് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഒരു പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് അസോസിയേഷൻ്റെ രൂപീകരണത്തിനായുള്ള ആലോചന എന്ന പേരിലാണ് അത്തരമൊരു സംഘടനയുടെ അത്തരമൊരു അസോസിയേഷൻ്റെ ആവശ്യകതയും അനിവാര്യതയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സിനിമാ പ്രവർത്തകർക്ക് കത്തയച്ചിരിക്കുന്നത്. അത്തരമൊരു സംഘടന വരുമ്പോൾ അതിൻ്റെ ലക്ഷ്യങ്ങളായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് മലയാള ചലച്ചിത്ര വ്യവസായത്തെ നവീകരിക്കുക എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ധാർമ്മികതമായ ഒരു ഉത്തരവാദിത്തം, ചിട്ടയായ ആധുനീകരണം, തൊഴിലാളികളുടെ ശാക്തീകരണം ഇതെല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു കൂട്ടായ്മയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ആലോചനകളാണ് ഇപ്പോൾ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഏതൊക്കെ കോണുകളിൽ നിന്ന് പിന്തുണ ലഭിക്കുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ആരൊക്കെ ഇതിനോട് സഹകരിക്കുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഈ ആലോചന എന്ന പേരിൽ ഒരു കത്ത് അയച്ചപ്പോൾ ആ കത്തിനോട് ആരൊക്കെ അനുകൂലമായി ഇതുവരെ പ്രതികരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി പുറത്തു വരേണ്ടതുണ്ട്. സ്വാഭാവികമായും അത്തരമൊരു ആലോചനയിൽ കിട്ടുന്ന പിന്തുണ കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും അന്തിമ ചർച്ചകളിലേക്കും സംഘടനയുടെ അന്തിമ രൂപീകരണത്തിലേക്കുമൊക്കെ കാര്യങ്ങൾ പോവുക. ഈ അണിയറ പ്രവർത്തകരുമായി നമ്മൾ ഫോണിൽ സംസാരിച്ചിരുന്നു. അവരൊക്കെ പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഒരു പ്രഖ്യാപനത്തിൻ്റെ ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. സംഘടന രൂപീകരിച്ചു എന്ന് പറയത്തക്ക വിധത്തിലോ സംഘടന രൂപീകരിക്കാൻ നമ്മൾ പോകുന്നു എന്ന് പറയുന്ന തരത്തിലേക്ക് ഒരു പരസ്യ പ്രതികരണത്തിൻ്റെ ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. ഒരു പ്രാഥമികമായ ചർച്ചയും ആലോചനയും മാത്രമാണ് ഇക്കാര്യത്തിൽ നടക്കുന്നത്. ഏതായാലും നിലവിലെ സമകാലിക സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ മലയാള സിനിമാ രംഗത്ത് ഒരു സംഘടന അനിവാര്യമാണ്. അത് സിനിമാ പ്രവർത്തകർക്കും സിനിമാ ഇൻഡസ്ട്രിക്കും വലിയൊരു ഉന്മേഷം പകരുന്നതാണ്. അതിനുവേണ്ടിയുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. സ്വാഭാവികമായും നമുക്കറിയാം, ആഷിഖ് കപൂർ ഉൾപ്പെടെയുള്ളവർ ഫെഫ്കയിൽ നിന്നൊക്കെ പുറത്തേക്ക് പോയൊരു സാഹചര്യമുണ്ട്. ഈ സിനിമാ പ്രവർത്തകർ സംഘടനയിലെ നേതൃത്വം തമ്മിൽ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പലപ്പോഴായി പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. അത്തരമൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് പുതിയൊരു സംഘടന എന്ന നിലയിലേക്ക് ആലോചന പോകുന്നത്. അത് AMMയ്ക്ക് ബദലായിരിക്കും, ഫെഫ്കയ്ക്ക് സമാന്തരമായിരിക്കും, നിലവിലുള്ള സംഘടനകൾക്കൊക്കെ ബദലായിരിക്കും. ഇവിടെയുള്ള എല്ലാ സിനിമാ പ്രവർത്തകർക്കും ഏതെങ്കിലും ഒരു കോണിൽ പ്രവർത്തിക്കുന്നവരെ മാത്രം ഉൾപ്പെടുത്തുന്നതല്ല ആലോചനയിലുള്ളത്. സംവിധാന രംഗത്തും നിർമ്മാണ രംഗത്തും ഒക്കെയുള്ള, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ രംഗത്തും ഒക്കെയുള്ള, അഭിനയ രംഗത്തും ഒക്കെയുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സംഘടന എന്നുള്ളതാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പ്രാഥമിക ആലോചനാ ഘട്ടത്തിലാണ് നിലവിൽ കാര്യങ്ങളുള്ളത്. ആരൊക്കെ ഈ ഘട്ടത്തിൽ അനുകൂലമായി പ്രതികരിച്ചിട്ടുണ്ട്, ആരൊക്കെ ഈ അണിയറ പ്രവർത്തകർക്ക് കൈകൊടുത്തിട്ടുണ്ട്, മുമ്പോട്ട് പോകാം, ഞങ്ങളൊപ്പമുണ്ട് എന്നൊരു പിന്തുണ ആരൊക്കെ നൽകിയിട്ടുണ്ട്, ഇങ്ങനൊരു സംഘടനയുമായി നിലവിലെ ഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നത് ശരിയല്ല എന്ന തരത്തിലൊരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആരൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് എന്നതൊക്കെ പ്രധാനമാണ്. ഏതായാലും ആ ചർച്ചകൾ പ്രാഥമിക ഘട്ടത്തിൽ പുരോഗമിക്കുന്നതേ ഉള്ളൂ. സ്വാഭാവികമായും അതിൻ്റെ മറ്റു 1-2 ഘട്ടം കൂടി കഴിയുമ്പോഴായിരിക്കും അണിയറ പ്രവർത്തകർ അതുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗിക പ്രഖ്യാപനമോ നീക്കുപോക്കുമോ ഒക്കെ ഇക്കാര്യത്തിൽ നടത്തുക. ഏതായാലും മലയാള സിനിമാ രംഗത്ത് പുതിയൊരു സംഘടനയ്ക്ക് കൂടി നാഴികക്കല്ലിടാൻ ഉള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. അത് എത്രത്തോളം ഫലപ്രദമാകും, വിജയിക്കുമെന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണാനുള്ളത്. സ്മൃതി. ശരി, അല്ലമീനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആഷിഖ് കപൂറിൻ്റെ അടക്കം പ്രതികരണം ഈ ഘട്ടത്തിൽ നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഏതായാലും ഒരു സമാന്തര സംഘടനയുടെ ആലോചനകളിലേക്ക് കടക്കുകയാണ്. ഫെഫ്കയ്ക്കെതിരെ രൂക്ഷമായി പരസ്യ പ്രതികരണം ഇതിനകം തന്നെ നടത്തിക്കഴിഞ്ഞ സംവിധായകനാണ് അദ്ദേഹം. അതുകൊണ്ട് ആ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നു. അഞ്ജലി മേനോൻ അടക്കമുള്ളവർ ഈ പുതിയ സംഘടനയ്ക്ക് പിന്നിലുണ്ടെന്ന് അറിയുന്നു. എന്താണ് ആ സംഘടനയുടെ സ്വഭാവം? സമഗ്ര രംഗത്തെയും അല്ലെങ്കിൽ സിനിമാ മേഖലയിലെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സംഘടന എന്നാണ് ഉദ്ദേശിക്കുന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്.